ശീതള് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല, ബട്ട് ആ ഒരു ചിന്താഗതികളൊക്കെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതായത് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്താണ് ശീതളിന് തോന്നിയ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ഇപ്പൊ 10ാം വർഷത്തിലേക്ക് എത്തുന്നു? എന്ത് കാര്യങ്ങളാണ് നല്ല മാറ്റങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ചേഞ്ചസ് ശീതൾ നോക്കിക്കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞല്ലോ 2000 ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. അതിനുശേഷം ഒരു 2005 വരെ ഞാൻ അവിടെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നു, സംഗമ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ഇപ്പോഴും ഞാൻ സംഗമയുടെ ബോർഡ് മെമ്പറാണ്. സംഗമ വഴിയാണ് കേരളത്തില് പോളിസി ഡെവലപ്മെന്റിന് ചേഞ്ച് കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് 2013 നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഗവൺമെന്റിനെ, സ്റ്റേറ്റ് ഗവൺമെന്റിനെ. അപ്പൊ അന്ന് ഞാൻ SMFK എന്ന് പറയുന്ന സംഘടനയുടെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അന്ന് സ്റ്റേറ്റ് ആണ് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ഇവിടെ ഇല്ല, ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയെ റിയലൈസ് ചെയ്യാൻ സൊസൈറ്റിയുടെ മുമ്പിൽ അത് അവരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സർവേ അപ്രോച്ചബിൾ ആവുന്നു. ആ സർവേക്ക് നേതൃത്വം കൊടുത്തു. 5 ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ, സ്റ്റേറ്റ് ലെവലും കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോൾ അതിൽ പങ്കാളിയായിരുന്ന സമയത്ത് ആണ് സ്റ്റേറ്റിന് മനസ്സിലാവുന്നത് ഇത്രയധികം ആളുകളിലൂടെ ഉണ്ട്. അന്ന് 4000 പേരാണ് ഐഡന്റിറ്റി തുറന്നു പറഞ്ഞു വരുന്നത്. ദെൻ 2015 ശേഷം പോളിസി ഇനോഗ്രേഷൻ 15 വരുന്നു. 16 പുതിയ ഗവൺമെന്റ് വരുന്നു, ഇടതുപക്ഷ സർക്കാർ വരുന്നു. ഇടതുപക്ഷ സർക്കാരിന് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബജറ്റ് അലൊക്കേഷൻ ഉണ്ടാവുന്നത്, സ്റ്റേറ്റ് ബജറ്റ് അലൊക്കേഷൻ. നമുക്കൊരു ബോർഡ് ഉണ്ടാവുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ ബോർഡ് ഉണ്ടാവുന്നത്. ഞാൻ ബോർഡ് മെമ്പർ ആയിരുന്നു. പിന്നെ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിനെ ഇൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രാൻസ്ജെൻഡർ സെല്ല് രൂപീകരിക്കുന്നു. അതിനുശേഷം 2018 ഒരു പ്രോജക്റ്റ് വരുന്നു, റെയിൻബോ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് വഴിയാണ് ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, നിയമം, റിലേഷൻഷിപ്പ്, കൗൺസിലിംഗ്, എഡ്യൂക്കേഷൻ, സ്കോളർഷിപ്പ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പോണന്റാണ് റെയിൻബോ പ്രോജക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 2000 മുതൽ 2005 വരെ ഞാൻ സംഗമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ 2011 മുതൽ 16 വരെ പെഹച്ചാൻ പ്രോജക്റ്റും സംഗമ റൺ ചെയ്തിരുന്നത്, അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേറ്റിൽ സംഗമയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കേരളത്തിൽ വന്ന് അവർ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സർവേ നടന്ന സംസ്ഥാനം കേരളമാണ്, പോളിസി പാസ്സാക്കിയ സംസ്ഥാനം കേരളമാണ്, ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്, ബജറ്റ് അലൊക്കേഷൻ കേരളമാണ്, സർജറിക്ക് ഫണ്ട് കൊടുക്കുന്ന സംസ്ഥാനവും കേരളമാണ്, സ്കോളർഷിപ്പ് കൊടുക്കുന്ന സംസ്ഥാനം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ കേരളം ഒന്നാമതായി നിൽക്കണമെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു സഹായത്തോടു കൂടി മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിന് വേണ്ടിയിട്ട് അന്നത്തെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ഷൈല ടീച്ചറും ഇപ്പോഴത്തെ മിനിസ്റ്ററായിട്ടുള്ള ബിന്ദു ടീച്ചറും നന്നായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ എംപവർമെന്റിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കലോത്സവം ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംഘടിപ്പിച്ചത് ഈ സർക്കാരാണ്. കായികമേള സംഘടിപ്പിച്ചതും ഈ സർക്കാരാണ്. 2 വർഷമായിട്ട് കായികമേള സംഘടിപ്പിച്ചിട്ടുണ്ട്. 3 വർഷമായിട്ട് കലാമേളയും യുവജനോത്സവം, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ പോലെ തന്നെ ട്രാൻസ്ജെൻഡർ കലോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അവാർഡുകളും കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും. ശീതള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ നമ്മളിപ്പോ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. അതേസമയം UDF സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഷാഫി പറമ്പിൽ അതുപോലുള്ള ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സിനെ വെൽക്കം ചെയ്യുന്നു ഒരു സൈഡ്. പക്ഷേ ഈ UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ആണെങ്കിൽ പരസ്യമായി വന്ന് ചാനലിലിരുന്ന് യുവ നേതാക്കൾ ഇതെന്തോ വലിയ ക്രൈമാണ്, ഇതൊന്നും ഈ ലോകത്തില്ല, അതെങ്ങനെയാ നോക്കിക്കാണുന്നത്? ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്രശസ്തിയായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, അനിത പ്രതാപ്. എല്ലാവർക്കും അറിയായിരിക്കും. അനിത പ്രതാപ് പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂല്, അവര് ബൽതാക്രേനെ കാണാൻ പോയി. അപ്പൊ ബൽതാക്രേനെ കാണാൻ പോയപ്പോ ബൽതാക്ര ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ജാതി എന്താണ്, മതം എന്താണ്. അപ്പൊ അവര് പറയുന്നു, എന്റെ ഇന്റർവ്യൂ ആണിത്, ഞാനൊരു ആങ്കറാണ്, എനിക്ക് എന്റെ മതമായിട്ട് യാതൊരു. അപ്പൊ മതം പറഞ്ഞാലേ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉള്ളൂ. അങ്ങനെ അവര് നിവൃത്തിയോടുകൊണ്ട് മതം പറയേണ്ടി വരുന്നുണ്ട് ബൽതാക്രയുടെ അടുത്ത്. അവസാനം അയാൾ മുസ്ലിമുകളെ കുറിച്ച് വളരെ മോശമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശേഷം ഇവര് ചോദിക്കും, നിങ്ങൾ ഇത്രയധികം മുസ്ലിം വിരുദ്ധത പറഞ്ഞല്ലോ, ഇതിന്റെ പിന്നിൽ എന്താ, അത് അങ്ങനെയാണെന്ന് അയാൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അവസാനം വനിതാ പ്രതാപ് പറയുന്നു, നിങ്ങളുടെ ഹെയർ ഒക്കെ നല്ല ഭംഗിയുണ്ട്, കേളൊക്കെ ചെയ്തിട്ട് വെരി ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു, ഇത് എങ്ങനെയാ ചെയ്യുന്നത്, ആരാ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്നു, എന്റെ ബാർബറാണ്, അവൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, അവനൊരു മുസ്ലിമാണ്. അപ്പോൾ
അനിത പ്രതാപ് അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ കണ്ട വരാതെ മുഴുവൻ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലൊരു ബാർബറിന് സ്വന്തം തല വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അതും ഒരു മുസ്ലിമിന്, നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന? അതാണ് പൊളിറ്റിക്സ്. ഇത് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിലും പറയുന്നത്, പൊളിറ്റിക്സ് ആണത്. അപ്പം ട്രാൻസ് പോളിസി കൊണ്ടുവന്ന് അത് ഉദ്ഘാടനം ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അന്ന് സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ആയിരുന്ന ആളാണ് എം കെ മുനീർ. എം കെ മുനീർ വഴിയാണ് നമ്മൾ സർവേ ചെയ്യുന്നതും പോളിസി ഡെവലപ്പ് ചെയ്യുന്നതും. ആ ആളാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഈ വിരുദ്ധ അഭിപ്രായം പറഞ്ഞത്. ക്യൂർ പ്രൈഡ് സമയത്ത് ജൂണില് ക്യൂർ പ്രൈഡിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എം കെ മുനീർ പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊക്കെ അത് ഷെയർ ചെയ്തിരുന്നു. ഒരു 1 hour കഴിഞ്ഞപ്പോൾ എം കെ മുനീർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. അതായത് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോസ്റ്റ് ഇട്ട ഒരാള് പെട്ടെന്ന് അത് റിമൂവ് ചെയ്യാണ്. ഒരു സമൂഹത്തിന് വേണ്ടി പോളിസി തയ്യാറാക്കുകയും അതിനുവേണ്ടി എഫേർട്ട് എടുക്കുകയും ചെയ്യുന്ന ഒരു മിനിസ്റ്റർ ആ സമൂഹത്തിന് എതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പൊളിറ്റിക്സും മതവും കൂടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റില്ല, കാരണം അവർ ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഞങ്ങൾക്കത് വല്ലാത്തൊരു ഫീലിംഗ് വിഷമം ഉണ്ടാക്കി ഈ സമൂഹത്തിന്. കാരണം യു ഡി എഫിന്റെ ഘടകകക്ഷിയാണ് ഇവര്. പക്ഷെ അതേസമയം യു ഡി എഫിന് ട്രാൻസ്ജെൻഡർ സംഘടനകളുണ്ട്, ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ഉണ്ട്, LDF-നും ഉണ്ട്, ട്രാൻസ്ജെൻഡർ ഡെമോക്രാറ്റിക് TDF-K ഉണ്ട്. അപ്പം രാഷ്ട്രീയത്തിൽ അവർ പ്രവേശിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റീസ്. പക്ഷെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് സെൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇവരൊക്കെ ഇത് ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോവാണെങ്കിൽ അവിടെ മന്ത്രിസഭകളിൽ അവര് മന്ത്രിമാരാ, മേയർമാരാ ഓരോ സ്റ്റേറ്റിലൊക്കെ. US-ലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ മേയർസാ. ഇപ്പൊ ഫിൻലൻഡോ ന്യൂസിലൻഡിലൊക്കെ ക്യൂർ ആളുകളുണ്ട്, റെപ്രസെന്റേഷനുണ്ട്. ന്യൂസിലൻഡിലൊക്കെ ക്യൂർ റെപ്രസെന്റേഷനുണ്ട് ഓരോ മന്ത്രിസഭയിലും സെനറ്റിലൊക്കെ. നമ്മൾ ഈ മതവും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ മതപണ്ഡിതന്മാർ ഭയങ്കരമായിട്ട് സ്നേഹം എല്ലാവരിൽ നിന്നും സ്പ്രെഡ് ചെയ്യണം, എല്ലാവരും കമ്പാഷനായിട്ട് ഇരിക്കണം, എല്ലാവരും പരസ്പരം സ്നേഹിക്കണം എന്നൊക്കെ പറയുന്ന മതപണ്ഡിതന്മാരിന് വേറൊരു സൈഡിൽ കൂടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറ്റം പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയസിൽ ഭയങ്കരമായി കാണുന്നുണ്ട്. മഴവിൽ മാഫിയ എന്നൊക്കെ വിളിക്കുന്ന ഒരു റാഡിക്കൽ വിശ്വാസി സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ആ ഒരു സമയത്ത് അവർ പറയുന്നത് നിങ്ങൾ കുട്ടികളെ മനഃപൂർവ്വം ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോയി അവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, കുട്ടികളെ സൈക്കോളജിക്കലി അങ്ങനെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഒരു ബോധം നിങ്ങൾ മനഃപൂർവ്വം ശ്രമിച്ച് മാറ്റുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മഴവിൽ മാഫിയ എന്നടക്കം വിളിക്കുന്നു. അപ്പോൾ ഒരു സൈഡ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് സമൂഹത്തിലൊരു പൊസിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഇതുപോലെയുള്ള ആളുകളുമുണ്ട്. അതെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഏതൊരു ആശയത്തിനും ഒരു എതിർവശമുണ്ട്, അതിനൊരു പോസിറ്റീവ്സും ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവ്സിനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പം ഞാനൊക്കെ ഇവിടെ ഒന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലുള്ള തലമുറ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മള് ഇതൊരു നല്ല കാലഘട്ടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും പക്ഷെ ഇതൊരു നല്ല കാലഘട്ടമൊന്നുമല്ല. ഇതിനു മുമ്പും ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പം മുസ്ലിമുകൾക്കെതിരെ ആക്രമണം നടക്കുന്ന ഒത്തിരി നാടുകളുണ്ട്. ആ നാടുകളിൽ ഇരുന്നു കൊണ്ട് ഇവർക്ക് ഇത് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം പലസ്തീനെതിരെയും ഗാസക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഓരോ ഇസത്തിനെയൊക്കെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. പക്ഷെ ആ ആശയത്തെ സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും തളരുന്ന ആളുകളല്ലല്ലോ.